രോഗപ്രതിരോധം, ആരോഗ്യശീലങ്ങൾ, പരിസ്ഥിതി സംരക്ഷണം എന്നിവയെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് അവബോധം സൃഷ്ടിക്കുന്നതിനായി വൈക്കം താലൂക്ക് ആശുപത്രിയിലെ മതിലിൽ ആലേഖനം ചെയ്ത ചുവർചിത്രങ്ങൾ ശ്രദ്ധേയമാകുന്നു. വൈക്കം ലയൺസ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിലാണ് ചിത്രങ്ങൾ മതിലിൽ ആലേഖനം ചെയ്തത്. പ്രതിരോധ കുത്തിവയ്പ്പുകളുടെ മേന്മകൾ, കൈകൾ വൃത്തിയാക്കി രോഗപ്രതിരോധം, കൃത്യമായ വ്യായാമം, ഉറക്കം, ജലസംരക്ഷണം, മാലിന്യ സംസ്കരണം, വായു മലിനീകരണം, തുണിസഞ്ചികൾ, ചില്ലുകുപ്പികൾ, പേപ്പർ ബാഗുകൾ എന്നിവയുടെ ഉപയോഗം മൂലമുണ്ടാകുന്ന പ്രയോജനം തുടങ്ങി ജനജീവിതത്തിലും പരിസ്ഥിതി സൗഹൃദത്തിലും ആവശ്യമായ വിവരങ്ങൾ 16ഓളം ചിത്രങ്ങളിലൂടെയാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. വൈക്കം താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ട്വിങ്കിൾ പ്രഭാകരൻ്റെ നിർദ്ദേശത്തെ തുടർന്നാണ് ലയൺസ് ഭാരവാഹികൾ ഈ ദൗത്യം ഏറ്റെടുത്തത്. ആരോഗ്യത്തിനുമായി ലയൺസ് ക്ലബ് ഇൻ്റർനാഷണലിൻ്റെ സാമൂഹിക പ്രതിബദ്ധതയാണ് ഞങ്ങളിവിടെ ഇന്ന് ഈ മതിലുകളിലൂടെ ഇവിടെ പ്രദർശിപ്പിക്കുന്നത്. കാരണം ഇവിടെ വരുന്ന രോഗികൾക്ക് അവരുടെ നിത്യജീവിതത്തിലും അവരുടെ ആരോഗ്യ പരിപാലനത്തിനുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നതിനുള്ള ഒരു വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പ്രവർത്തനം ചെയ്യണമെന്നുള്ള ആവശ്യമായിട്ട് സൂപ്രണ്ട് ട്വിങ്കിൾ സാർ സമീപിക്കുകയും ഞങ്ങളത് ചർച്ച ചെയ്തപ്പോൾ അത് തികച്ചും അതൊരു പ്രയോജനകമാണെന്നും സമൂഹത്തിന് വേണ്ടി ചെയ്യപ്പെടുന്ന നല്ലൊരു കാര്യമാണ് ആവശ്യപ്പെടുകയും ചെയ്തത്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത്രയും പൈസ മുടക്കി ഈ ഏകദേശം ഇത്രയും നേരത്തെ 50 മീറ്ററോളം നീളത്തിലുള്ള ഈ ഒരു മതിലിലെ ഇങ്ങനെ ഒരു സാമൂഹിക പ്രതിബദ്ധത പേരിലുള്ള സന്ദേശങ്ങൾ നൽകിക്കൊണ്ട് ഞങ്ങളിങ്ങനെ മനോഹരമാക്കിയിരിക്കുന്നത്. ലയൺസ് ക്ലബ് റീജിയണൽ ചെയർമാൻ മാത്യു ജോസഫ് കോടാലിച്ചിറ ചുവർചിത്ര സമർപ്പണം നിർവഹിച്ചു. ഒക്കെയാണ് ഞങ്ങൾ ഈ പ്രോജക്റ്റ് ഏറ്റെടുത്തത്. വളരെ ഭംഗിയായി കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു. അതിന് ഞങ്ങൾക്കൊരവസരം തന്ന ഹോസ്പിറ്റൽ അധികാരികൾക്ക് നന്ദി രേഖപ്പെടുത്തുകയാണ്. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ട്വിങ്കിൾ പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു. ഇന്ന് നമ്മൾ നേരിടുന്ന ഏറ്റവും മുഖ്യമായൊരു പ്രശ്നം മാലിന്യമാണ്. ഈ മാലിന്യം എങ്ങനെ സംസ്കരിക്കണം, അതേപോലെ തന്നെ ഒരു ചിട്ടയായ ജീവിതശൈലി അല്ലെങ്കിൽ ഒരു അച്ചടക്കത്തോടെയുള്ള ജീവിതശൈലി, ഇതെല്ലാം നമ്മുടെ സമൂഹത്തിലെ ഏതൊരാൾക്കും മനസ്സിലാകുന്ന രീതിയിലൊരു IEC, അതായത് ഈ വേൾഡ് പെയിൻറ്റിങ്, ഇത് വളരെ അത്യന്താപേക്ഷിതമായിരുന്നു. ഇങ്ങനെ ഒരു അവസരത്തിലാണ് ലയൺസ് ക്ലബ്ബ് ഞങ്ങളെ സഹായിക്കാൻ മുന്നോട്ട് വന്നത്. അപ്പോൾ ഇന്ന് ഒരു ആരോഗ്യകരമായ സമൂഹത്തെ വാർത്തെടുക്കാൻ വേണ്ടിയുള്ള എല്ലാ IECകളും ലയൺസ് ക്ലബ്ബിൻ്റെ സഹായത്തോടെ നമുക്ക് ഈ ചുവരുകളിൽ രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. അപ്പം ലയൺസ് ക്ലബ്ബിനെ കുറിച്ച് പറയുമ്പം അവർ വളരെ ആത്മാർത്ഥമായി പൂർണ്ണമായി സഹകരിച്ചുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഇത്തരം ഒരു ആർട്ട് വർക്ക് ഇവിടെ ചെയ്യാൻ സാധിച്ചത്. ലയൺസ് ക്ലബ് പ്രസിഡന്റ് B. ജയകുമാർ, സെക്രട്ടറി PN രാധാകൃഷ്ണൻ, ബൈജു മാണി, മനോജ് എസ് ടെക്, ചിത്രകാരൻ വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു. വിഷൻ ന്യൂസ്, വൈക്കം.